ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓവർ എണ്ണൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിഡിലെ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ബീഫോ മുട്ട ചിക്കനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, അപ്പോൾ നിങ്ങൾക്ക് ഓവർ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു അര ക്യാരറ്റും കുറച്ച് കാബേജും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം വെജിറ്റബിളായിട്ട്. പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് കൈ വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ തിരുമ്മിയെടുക്കും. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് നോക്കുക, കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് ഫുള്ളായിട്ട് ഒപ്പരം തന്നെ ചേർക്കാതെ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊരു ഡോ ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രൂപത്തിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു റോള് രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരത്തിയതിന് ശേഷം അല്ലെങ്കിൽ നോർമൽ ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇത്രയും എണ്ണ മാത്രം മതിയാവും. ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു പച്ചൻ്റെ ടേസ്റ്റ് ആയിട്ട് വെജിറ്റബിൾസിൻ്റെ ഒരു പച്ച ടേസ്റ്റിലാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തിയാണ്. ഇത് ഏകദേശം ഇതേ രൂപത്തിലായി മാറുമ്പോൾ നമുക്കിത് പാനിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.